തിരുവനന്തപുരം നഗരത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പാർലമെന്റ് തള്ളിയ വനിതാ ബില്ലിൽ പ്രമേയം അവതരിപ്പിച്ച് തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ ജി ആശാനാഥ്. കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള വേദിയാക്കി മാറ്റിയെന്ന പ്രതിപക്ഷം. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ല ചേരുകയാണ്. ദില്ല, നഗരസഭയുടെ കൗൺസിൽ യോഗം ചേരുമ്പോൾ നഗരസഭയിലെ നഗരത്തിന്റെ പ്രശ്നങ്ങളാണ് ഉന്നയിക്കുക, ചർച്ച ചെയ്യപ്പെടുക. പക്ഷേ ഇപ്പോൾ പാർലമെന്റ് തള്ളിയ വനിതാ സംവരണ ബിൽ, ഭേദഗതി ബിൽ, അതവിടെ അവസാനിച്ചതാണ്. ആ വിഷയം വീണ്ടും ചർച്ച അല്ലെങ്കിൽ അതിൽ പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു നിലപാടാണ് കാണാൻ കഴിഞ്ഞത്. നഗരസഭയ്ക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന സമീപനമാണോ ഭരണ സംവിധാനം BJP സ്വീകരിക്കുന്നത്? പോലെ തന്നെയാണ് കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം ചേരുമ്പോൾ തീർച്ചയായും കോർപ്പറേഷന്റെ പ്രശ്നങ്ങളാണ് പറയേണ്ടത്. അതായത് നമുക്കറിയാം, കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം, തെരുവുനായ പ്രശ്നം, ഈ തെരുവ് വിളക്ക് പ്രശ്നം തുടങ്ങിയിട്ടുള്ള നിരവധിയാർന്ന പ്രശ്നങ്ങളാണ് നഗരസഭയുടെ കീഴിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു യോഗം ചേരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഈ കുടിവെള്ള പ്രശ്നവും മാലിന്യ പ്രശ്നവും അജണ്ടയിൽ പോലും വിഷയങ്ങളായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജണ്ടയിലില്ല എന്നാണോ? അതായത് എനിക്ക് മനസ്സിലായില്ല, അജണ്ടയിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലേ? അതെ മനു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ്. നിലവിലുള്ള വിവരങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടിവെള്ള പ്രശ്നവും മാലിന്യ പ്രശ്നവും ഇന്നത്തെ കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ ഒരു വിഷയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ് ഈ കൗൺസിൽ യോഗം ചേരുന്നതില്ല? കാരണം സമീപ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മനുഷ്യർക്ക് കുടിവെള്ളം കിട്ടാനില്ല. വലിയ പ്രശ്നമാണ്. മാലിന്യം കുന്നുകൂടി കിടക്കുന്നു, നഗരം ചീഞ്ഞു നാറുന്നു, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അവതാളത്തിൽ, വലിയ പ്രതിസന്ധിയാണ്. തെരുവ് വിളക്കുകൾ പലയിടങ്ങളിലും കത്തുന്നില്ല, ടോർച്ച് തെളിച്ച് നഗരത്തിലൂടെ നടക്കേണ്ട അവസ്ഥയാണ് രാത്രിയിൽ. ഇതൊന്നും ചർച്ച ചെയ്യാതെ പിന്നെ എന്താണ് ഈ ഭരണകൂടം അല്ലെങ്കിൽ BJP ഭരണ സംവിധാനം ചർച്ച ചെയ്യുന്നത്? തീർച്ചയായും മനു, ഡെപ്യൂട്ടി മേയർ ജി ആശാനാഥ് ആദ്യം അവതരിപ്പിച്ച പ്രമേയം എന്ന് പറയുന്നത് പാർലമെന്റിൽ തള്ളിയ വനിതാ ബില്ലാണ്. ആ വനിതാ ബില്ല് പാസ്സാക്കണം എന്ന പ്രമേയമാണ് ഡെപ്യൂട്ടി മേയർ ആദ്യം തന്നെ അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ ഇടത് കൗൺസിലർമാർ ത്തിലുള്ള പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. SP ദീപക് അടക്കമുള്ളവർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗമാണ്. പാർലമെന്റ് തള്ളിയ ഒരു ബില്ല് പ്രമേയമായി കൗൺസിലിൽ അവതരിപ്പിച്ചതിന്റെ പിന്നില് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. നമുക്കറിയാം, അതൊരു സാധാരണ ജനങ്ങൾക്ക് പോലും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ പാർലമെന്റ് തള്ളിയ ഒരു ബില്ല് എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു പ്രമേയമായി നിലനിൽക്കുന്നു? അതും ഇത്രയധികം പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നവും തെരുവുനായ പ്രശ്നവും അതുപോലെ തന്നെ തെരുവ് വിളക്ക് പ്രശ്നവും ഒക്കെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു വനിതാ ബില്ല് പ്രമേയമായി വരുന്നത് എന്നുള്ളത് വലിയ തരത്തിലുള്ള ചോദ്യം തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള വേദിയായി നഗരസഭ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴും. ഒറ്റക്കാര്യം കൂടി ശക്തമായ പ്രതിഷേധം കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ടോ? ആ രീതിയിലേക്ക് കൗൺസിൽ യോഗം പ്രക്ഷുബ്ധമാകുമോ? തീർച്ചയായും മനു, ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ SP ദീപക് സംസാരിച്ചപ്പോൾ മാലിന്യ പ്രശ്നവും കുടിവെള്ള പ്രശ്നവും ചർച്ച ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ തന്നെ മേയർ ഇടപെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. മേയർ ഇടപെട്ട് അതിന്റെ ആ ഒരു വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് മേയർ ഇടപെടുന്നുണ്ടായിരുന്നു. ഇത് പ്രമേയത്തിന്റെ മുകളിലുള്ള ചർച്ചയാണ് എന്നുള്ളത് തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഈ കുടിവെള്ള പ്രശ്നവും ഈ മാലിന്യ പ്രശ്നവും ചർച്ച ചെയ്യാൻ ഇവിടുത്തെ BJP നഗരസഭ മെനക്കെടുന്നില്ല എന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ പാർലമെന്റ് തള്ളിയ വനിതാ ബില്ല് എത്തരത്തിലാണ് തിരുവനന്തപുരത്തെ നഗരസഭയ്ക്ക് കൗൺസിൽ യോഗത്തിൽ ഇത്ര വലിയ ചർച്ചാ വിഷയമായി വരുന്നത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കൗൺസിൽ യോഗം സാക്ഷ്യം വഹിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഏതായാലും തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗം ചേരുകയാണ്. നഗരസഭ ഇന്ന് നേരിടുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം, മറ്റൊന്ന് കുടിവെള്ള പ്രശ്നം, തെരുവ് വിളക്കുകളുടെ പ്രശ്നം. ഇതൊന്നും നഗരസഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ഭരിക്കുന്ന BJP നേതൃത്വം പറയുന്നത്. പകരം അവർ ചർച്ച ചെയ്യുന്നത് പാർലമെന്റ് വോട്ടിനിട്ട് തള്ളിയ വനിതാ സംവരണ നിയമത്തിന്റെ ഭേദഗതി ബില്ലാണ്. ഇപ്പോൾ അവർ പ്രമേയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പാർലമെന്റ് തള്ളിയ ബില്ലാണ്, അതവിടെ അവസാനിച്ചതാണ്. അത് രാഷ്ട്രീയം എന്താണെന്ന് രാജ്യം മുഴുവൻ കണ്ടതും ചർച്ച ചെയ്തതുമാണ്. പകരം ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊന്നും വേണ്ട. മനുഷ്യനിവിടെ മൂക്കുപൊത്താതെ പലയിടങ്ങളിലും നടക്കാൻ കഴിയുന്നില്ല, രാത്രിയായ ടോർച്ച് കളിക്കാതെ നടക്കാൻ കഴിയുന്നില്ല, കുടിവെള്ളമില്ലെന്നേ പലയിടങ്ങളിലും, വെള്ളം കിട്ടാതെ മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും BJP മേയർക്കോ ഡെപ്യൂട്ടി മേയർക്കോ ചർച്ച ചെയ്യേണ്ട. പകരം പാർലമെന്റ് തള്ളിയ വനിതാ സംവരണം ചർച്ച ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. വലിയ പ്രതിഷേധം പ്രതിപക്ഷം അവിടെ ഉയർത്തുന്നുണ്ട്. വിവരങ്ങളാണ് ദില്ല നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്.